ഹായ് ഫ്രണ്ട്സ്, കർഷക സുഹൃത്തുക്കളിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. 2023 വളരെ വ്യത്യസ്തമായ വീഡിയോകൾ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അതിന് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വളരെ വ്യത്യസ്തമായൊരു വീഡിയോയാണ് കൊണ്ടുവരുന്നത്. ഇതുവരെയുള്ള നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും നന്ദി പറയുന്നു. തുടർന്ന് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഇത് എന്താണെന്നൊരു പിടിയും കിട്ടുന്നുണ്ടാവില്ല അല്ലേ? അപ്പോൾ ഒന്നും മനസ്സിലാകാത്ത സ്ഥിതിക്ക് നമ്മളിതിൻ്റെ കൂടെ ഒരു ടയർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു സ്റ്റാൻഡും കൂടെ വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഷോൾഡർ ബെൽറ്റ് ഇല്ലാതെ സൈഡ് ബാക്ക് ബ്രഷ് കട്ടർ പ്രവർത്തിപ്പിക്കാനുള്ള ഒരു സംവിധാനമാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് കിട്ടിയപ്പോൾ തന്നെ ഞാനൊന്ന് സെറ്റ് ചെയ്ത് നോക്കിയിരുന്നു. എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി സെറ്റ് ചെയ്യുകയാണ്. ഒറ്റ വീലിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. ഇത് ഫിറ്റ് ചെയ്യുന്ന വിധമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾക്ക് ലഭിച്ചപ്പോൾ ടയറും സ്റ്റാൻഡും കൂടാതെയാണ് ലഭിച്ചത്. നമ്മൾ സൈക്കിൾ ഷോപ്പിൽ നിന്ന് അര സൈക്കിളിൻ്റെ ഒരു ടയറും അതുപോലെ തന്നെ സ്റ്റാൻഡും വാങ്ങുകയായിരുന്നു. നട്ടുകൾ നമ്മൾ വളരെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിലെ സ്റ്റാൻഡിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന 4 സപ്പോർട്ടറുകളുണ്ട്. അത് ഫിറ്റ് ചെയ്യുന്ന വിധമാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഒരാൾക്ക് ഒറ്റയ്ക്ക് ഇത് സെറ്റ് ചെയ്യാൻ കഴിയുമോ എന്ന് അറിയാൻ ഞാൻ ഒറ്റയ്ക്കാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. ഒരു സഹായി കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാകും.
അങ്ങനെ നമ്മുടെ ഫിറ്റിങ്ങിൻ്റെ ഒന്നാം സ്റ്റെപ്പ് പൂർത്തിയായി. ഇനി നമ്മൾ ഇതിൻ്റെ സ്റ്റാൻഡുകൾ ഫിറ്റ് ചെയ്യുകയാണ്. ഇത് ഞാൻ ടയറിൻ്റെ കൂടെ പുറത്തുനിന്ന് വാങ്ങിയ സ്റ്റാൻഡാണ്. അര സൈക്കിളിൻ്റെ സൈക്കിൾ സ്റ്റാൻഡാണിത്. നമ്മൾ ആദ്യം ഫിറ്റ് ചെയ്ത ഒരു ബോൾട്ട് ലൂസാക്കിക്കൊണ്ടാണ് സ്റ്റാൻഡ് അതിലേക്ക് ഫിറ്റ് ചെയ്തത്. ഇനി നമ്മൾ പിന്നിലുള്ള മറ്റൊരു സ്റ്റാൻഡ് ആദ്യം നമ്മൾ ടൈറ്റ് ചെയ്ത ബോൾട്ട് അഴിച്ചുകൊണ്ട് അതിലേക്ക് ഫിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ സിംഗിൾ വീൽ ബ്രഷ് കട്ടർ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട്. സൂര്യനൊക്കെ അസ്തമിക്കാൻ തുടങ്ങി. എന്നാലും നമുക്ക് ബ്രഷ് കട്ടറിൽ നിന്ന് ഫിറ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ 2 സ്ട്രോക്ക് ബ്രഷ് കട്ടർ. നിങ്ങളെല്ലാവരും എൻ്റെ പല വീഡിയോകളിലും ഇത് കണ്ടിട്ടുണ്ട്. ഇതാണ് ഞാൻ ഇന്ന് ഈ സ്റ്റാൻഡിലേക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ സ്റ്റാൻഡിൽ 2 ഭാഗത്തായിട്ട് നമ്മുടെ ബ്രഷ് കട്ടറിൻ്റെ പൈപ്പ് ഫിറ്റ് ചെയ്യാനുള്ള ബ്രാക്കറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ നമ്മുടെ ബ്രഷ് കട്ടർ സെറ്റ് ചെയ്യാൻ പോകുന്നത്. റബ്ബർ ബുഷ് ഘടിപ്പിച്ച ബ്രാക്കറ്റുകളാണ്. അതുകൊണ്ട് നല്ല ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫിറ്റായിട്ടിരുന്നോളും. 5 mm അലൻ കീ ബോൾട്ടുകളാണ് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത്. അലൻ കീ ഉപയോഗിച്ചാണ് അത് ടൈറ്റ് ചെയ്യേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സന്ധ്യ ആയിക്കൊണ്ടിരിക്കുകയാണ്. വെളിച്ചത്തിൻ്റെ കുറവ് വരുന്നുണ്ട്. മാത്രമല്ല വർക്കിംഗ് വീഡിയോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ ഒരുപാട് ലെങ്തുള്ള വീഡിയോ ആയിട്ട് മാറും. അപ്പോൾ അടുത്ത ദിവസം തന്നെ ഞാൻ വിശദമായ ഒരു വർക്കിംഗ് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സ്റ്റാൻഡിലുള്ള നമ്മുടെ ബ്രഷ് കട്ടർ സെറ്റിങ് കഴിഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇന്നത്തെ സെറ്റിംഗ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള മറ്റു വീഡിയോകൾ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.